ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ കേരള ലഞ്ച് മെനുവിന്റെ 91ാമത്തെ മെനു ആണ് ഇടാൻ പോകുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള 3 റെസിപ്പീസ് ആണ് ഞാൻ ചെയ്തത്. അപ്പൊ ഇത് ആദ്യം ഉണ്ടാക്കിയത് ഒരു കറിയാണ്. ഇത് പാലക്കാടൻ സ്റ്റൈലിൽ മുളക് വറുത്ത പുളി. ഇത് രസത്തിന്റെ ഒരു വകഭേദമാണ്, പക്ഷെ ഇത് സൂപ്പർ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ. അപ്പോൾ എപ്പോൾ മുളക് വറുത്ത പുളി ഉണ്ടാക്കിയാലും മുട്ട വറക്കണം എന്ന് അമ്മ പറയും. അപ്പൊ അതുകൊണ്ട് മുട്ട വറുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം വെണ്ടക്കയും കൊണ്ടുള്ള ഒരു തോരനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നിറയെ മെനൂസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് മുളക് വറുത്ത പുളിയാണ്. ഇതൊരു സൂപ്പർ സിമ്പിൾ കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ മീഡിയം ഫയറിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവയിട്ട് പൊട്ടിക്കണം. അത് കഴിഞ്ഞ് അതിലേക്ക് ചുവന്ന മുളക് ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് താളിച്ചെടുക്കുക. അടുത്ത് ഇതിലേക്ക് പച്ചമുളക്, ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചോക്കണ വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതൊന്ന് ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളം നമ്മൾ റെഡിയാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുക. അതിനൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായി തിളച്ച് ഈ കറി ഒന്ന് കുറുകി വരുന്നവരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാൻ വെക്കാൻ പോവാണ്. ഇപ്പൊ നല്ലോണം ഒരു തിള വന്നിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും കൂടി കുറുകാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി ഇതിൽ വെക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് വെക്കേണ്ടി വരും. അപ്പൊ ഇപ്പോഴത്തെ കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുളക് വറുത്ത പുളി റെഡിയാണ്. ഇത് ഈസി അല്ലേ? അപ്പൊ ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത് വെണ്ടക്ക തോരനാണ്. അതിനായിട്ട് ഒരു പാന് ചൂടാക്കി അതിന്റെ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെണ്ടക്ക നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് സോട്ടേ ചെയ്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെണ്ടയ്ക്ക് നന്നായി വെന്ത് വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക് നന്നായിട്ട് കുക്ക് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ, ജീരകം, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില ഇത്രയും ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടി ഇത് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കാൻ മറക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാവും. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് മുട്ട വറുത്തതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാനറിയാം, എന്നാലും ഞങ്ങൾ പറയാം. ഒരു പാന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിൽ മുട്ട, സവാള, ചുവന്ന മുളക് പൊടി, കറിവേപ്പില, പിന്നെ ഉപ്പ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ഫോക്ക് വെച്ച് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പം എണ്ണ ചൂടാകുമ്പോൾ ഈ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യും. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട വറുത്തത് ഈസി ആയിട്ട് റെഡിയാവും. നന്നായിട്ട് മറിച്ചിടുക. മറിച്ചിട്ട് അപ്പുറത്തുനിന്ന് ഒരു 2-3 സെക്കൻഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട വറുത്തത് റെഡി. അപ്പൊ എന്നിട്ട് സിമ്പിൾ മീൽ റെഡി ആയിട്ട് ഈ മെനു എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരെ ബൈ.